പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ പുതിയൊരു വീഡിയോ ഞാനിന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. നമ്മളെ പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ തുടക്കത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ അന്ന് അപ്ലോഡ് ചെയ്തിരുന്നത്. ഇന്ന് ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ അതിന് ശേഷമുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക. അതിനുശേഷം ഞാൻ 1-2 പ്രോബ്ലങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ ഫീച്ചേഴ്സും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു. നമ്മുടെ ഈ വീഡിയോ സെഷനിൽ നമ്മൾ മെയിൻലി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്സും അതുപോലെ തന്നെ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാം, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരച്ച് ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ ഈ വീഡിയോ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റെപ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്ക് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് എൻ്റർ ദം ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോബ്ലത്തിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കാൻ നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൽ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് അങ്ങനെ ഓപ്പണിംഗ് ബാലൻസുകൾ തന്നിട്ടുണ്ടാവും. അതിനെ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് റെസിപ്റ്റ് സൈഡിൽ നമ്മൾ ആദ്യത്തെ ഐറ്റമായിട്ട് എൻ്റർ ചെയ്യണം. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ആദ്യം വരുന്ന ഐറ്റം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ആയിരിക്കും. ഈ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമാണ് വരയ്ക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന നീക്കിയിരിപ്പ് ഉണ്ടായിരുന്നതാണ് ദിസ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. അത് ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കാം ഓർ ക്യാഷ് അറ്റ് ബാങ്ക് ആയിരിക്കാം. ഇനി എല്ലായ്പ്പോഴും ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്ക് തന്നെ ആവണമെന്നില്ല. ചില റെയർലി ഒക്കേഷനിൽ ചിലപ്പോൾ നമുക്ക് കാശില്ലാത്തൊരു സിറ്റുവേഷൻ, അങ്ങനെയാണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റിലായിരിക്കും നമ്മൾ തുടങ്ങുക. അപ്പോൾ ആ സിറ്റുവേഷൻ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് തന്നിട്ടുണ്ടാവും. ഇൻ കേസ് ദർ ഈസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അറ്റ് ദ ബിഗിനിങ് എൻ്റർ ദ സെയിം ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ ഡ്രാഫ്റ്റ് ആണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ക്രെഡിറ്റ് സൈഡ്, അതായത് പേയ്മെൻറ്റ് സൈഡിൽ ആദ്യത്തെ ഐറ്റം ആയിട്ടായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുക. ഇത് രണ്ടും ഒരുമിച്ച് വരില്ല. അതായത് ആദ്യത്തെ 2 സ്റ്റെപ്പിൽ നമുക്ക് സിറ്റുവേഷൻസ് വരാം, ഏതെങ്കിലും ഒരു സിറ്റുവേഷനും വരുള്ളൂ, 2 സിറ്റുവേഷനും ഒരുമിച്ച് വരില്ല. അടുത്തൊരു സ്റ്റെപ്പ് ശ്രദ്ധിക്കേണ്ടത് ഷോ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഓൾ റെസിപ്റ്റ്സ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദയർ നേച്ചർ. അതായത് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളതിൻ്റെ നേച്ചർ ഇൻകം അതുപോലെ എക്സ്പെൻഡിച്ചർ ടൈപ്പുള്ള നേച്ചറുള്ളത് തന്നിട്ടുണ്ടാവും. നമുക്ക് തന്നിട്ടുള്ള എല്ലാ വരവുകളെയും അതിന് ക്യാപിറ്റലിൽ നിന്നോ റവന്യൂ എന്ന് വേർതിരിക്കാതെ എല്ലാ വരവുകളെയും നമുക്ക് ഡെബിറ്റ് സൈഡിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു റവന്യൂ റെസിപ്റ്റ്സ് അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്സ്, അതുപോലെ തന്നെ റവന്യൂ പേയ്മെൻറ്റ്സ്, ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ്, അങ്ങനെ നമുക്ക് 4 വിഭാഗങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം എന്താണ് റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. സാധാരണ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് റിസീവ്ഡ് ഓൺ റിക്കറിങ് നേച്ചറാണ്. നമുക്ക് ദൈനംദിനമായി വന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള വരവുകളെയാണ് റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുക. സാധാരണഗതിയിൽ മെമ്പർഷിപ്പ്, അഡ്മിഷൻ ഫീ, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, ഡൊണേഷൻ, ഗ്രാൻഡ്, ലെഗസി, ഇതൊക്കെ റവന്യൂ റെസിപ്റ്റ്സിൽ വരുന്നതാണ്. ഇനി ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് എമൗണ്ട് റിസീവ്ഡ് ആസ് ലോൺസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ലെഗസി ഫോർ എ സ്പെസിഫിക് പർപ്പസ്, ഗ്രാൻഡ് ഇൻ എയ്ഡ്, അതൊക്കെ നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. നോൺ റിക്കറിങ് ആണ്, അത് എപ്പോഴും സംഭവിക്കുന്നതല്ല, വല്ലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള റെസിപ്റ്റ്സാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ റവന്യൂ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് അതും കൂടി പറയാം. റവന്യൂ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ സ്പോർട്സ് മീറ്റ്, ടൂർണമെൻ്റ് ഒക്കെ നടത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന അതിനെയാണ് റവന്യൂ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത്, അതൊക്കെ റവന്യൂ പേയ്മെൻറ്റ്സിൽ വരുന്നതാണ്. ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ എക്സ്പെൻസസ്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ഫർണിച്ചർ, ഓഫീസ് എക്സ്പെൻസസ്, പർച്ചേസ് ഓഫ് ബുക്സ് ഫോർ ലൈബ്രറി, ഇതൊക്കെ നമ്മൾ ക്യാപിറ്റൽ പേയ്മെൻറ്റ്സിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ റെസീപ്റ്റ്സ് റവന്യൂ ആണോ ക്യാപിറ്റലാണോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എല്ലാ റെസീപ്റ്റ്സിനെയും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെസ്പെക്റ്റീവ് ഓഫ് ദയർ നേച്ചർ നമ്മൾ ഉൾപ്പെടുത്തും. ആൻഡ് ആൾസോ വെദർ ദ പെർട്ടൈൻ ടു പാസ്റ്റ്, കറൻറ്റ് ഓർ ഫ്യൂച്ചർ. നമുക്ക് അത് വന്നിട്ടുള്ളത് കഴിഞ്ഞ കൊല്ലത്തെയാണോ അടുത്ത കൊല്ലത്തെയാണോ അത് ഈ കൊല്ലത്തെയാണോ ഒന്നും നമ്മൾ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല, എല്ലാം നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൺ ഓഫ് ദ റിസീവബിൾസ്, റിസീവബിൾ ഇൻകംസ് ഓർ പേയബിൾ എക്സ്പെൻസസ് ടു ബി എൻറ്റേർഡ് ദിസ് അക്കൗണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കിട്ടാനുണ്ട് കിട്ടിയിട്ടില്ലാത്തതും കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ലാത്തതുമായിട്ടുള്ള വരവുകളും ചെലവുകളും. അതായത് ഇപ്പോൾ അക്രൂഡ് ഇൻകം, ഔട്ട്സ്റ്റാൻഡിങ് സാലറി, വേജ്, പിന്നെ വേറെ തരം എക്സ്പെൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡെപ്രിസിയേഷൻ, ഇത്തരം ഐറ്റംസ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ക്യാഷ് അവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നോൺ ക്യാഷ് ഐറ്റംസ് ആണ്. ഇതും നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്തൊരു കാര്യം നോക്കുക, നമ്മളിപ്പോൾ ഏകദേശം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ അവസാന ഘട്ടമാണ് ഫൈൻഡ് ദ ടോട്ടൽ ഓഫ് ബോത്ത് സൈഡ്സ്. നമുക്കറിയാം ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, അതായത് റെസിപ്റ്റ് സൈഡും പേയ്മെൻറ്റ് സൈഡും. ഇഫ് ദ ഡെബിറ്റ് സൈഡ്, റെസിപ്റ്റ് സൈഡാണ് ഹെവിയർ എങ്കിൽ, നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ റെസിപ്റ്റ് സൈഡാണ് ഹെവിയർ എങ്കിൽ നമുക്ക് ഉറപ്പാണ് അതിൻ്റെ ബാലൻസിങ് ഫിഗർ വരിക ഓൺ ദ ഏത് സൈഡായിരിക്കും? ക്രെഡിറ്റ് സൈഡായിരിക്കും. ദാറ്റ് മീൻസ് പേയ്മെൻറ്റ് സൈഡിലായിരിക്കും വരിക. ഇഫ് ദ ഡെബിറ്റ് സൈഡ്, നമുക്ക് പറയുന്നുണ്ട് ഇഫ് ദ ടോട്ടൽ ഓഫ് ബോത്ത് സൈഡ്, ഇഫ് ദ ഡെബിറ്റ് സൈഡ് ഈസ് ഹെവിയർ ദെൻ ദ ബാലൻസിങ് ഫിഗർ വിൽ ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. പേയ്മെൻറ്റ് സൈഡിലായിരിക്കും. പേയ്മെൻറ്റ് സൈഡിലെ ബാലൻസിങ് ഫിഗർ ക്യാഷ് ഇൻ ഹാൻഡ് എന്നും ക്ലോസിംഗ് ക്യാഷ് അറ്റ് ബാങ്ക് എന്ന രീതിയിലാണ് നമ്മൾ എഴുതി രേഖപ്പെടുത്തുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഡെബിറ്റ് സൈഡാണ് ഹെവിയർ എങ്കിൽ അതിൻ്റെ ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിലായിരിക്കും. പേയ്മെൻറ്റ് സൈഡിൽ ആ ബാലൻസ് ഫിഗറിനെ ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്ലോസിംഗ് ക്യാഷ് അറ്റ് ബാങ്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ രേഖപ്പെടുത്തുക, അതായത് ബാലൻസ് CD എന്നുള്ളത്. നേരെ മറിച്ച് ഇപ്പോൾ ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് ഈസ് ഹെവിയർ, ദാറ്റ് മീൻ പേയ്മെൻറ്റ് സൈഡ് ഹെവിയർ ആവുന്ന, നമുക്ക് ചില ഒക്കേഷനിൽ, റയർലി ഒക്കേഷനിൽ വരാറുള്ളൂ, അങ്ങനെയും വരാം. പേയ്മെൻറ്റ് സൈഡാണ് ഹെവിയർ എങ്കിൽ അത് ബാലൻസ് ഫിഗർ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. ദാറ്റ് മീൻസ് ഡെബിറ്റ് സൈഡിലായിരിക്കും, റെസീപ്റ്റ് സൈഡിലായിരിക്കും അതിൻ്റെ ബാലൻസിങ് ഫിഗർ വരാം. അതിന് നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന പേരിലാണ് നമ്മൾ ബാലൻസിങ് ഫിഗറിനെ രേഖപ്പെടുത്തുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ഇതാണ് നമുക്ക് സ്റ്റെപ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ സ്റ്റെപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒരു പ്രോബ്ലം ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു അവഞ്ചുറ ക്ലബ്. ഈ ക്ലബിൻ്റെ പേര് കേൾക്കുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് പരിചയമുള്ളതായിട്ട് തോന്നാം. പ്രിപ്പയർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ 31st March 2019. ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. സാധാരണ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് തന്നിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റഡ് ഫോർ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് 31st March 2019. നമുക്ക് സബ്സ്ക്രിപ്ഷനായിട്ട് റിസീവ് ചെയ്ത് 3 കൊല്ലങ്ങളെ കാണിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയറിലെ, ദിസ് ഇയറിലെ, ദെൻ ദ ഫ്യൂച്ചർ ഇയറിലെ. ടോട്ടൽ 9,000. സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്, എൻട്രൻസ് ഫീ റിസീവ്ഡ്, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ്, ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ. സ്പെസിഫിക് 2 തരം ഡൊണേഷനുകൾ പഠിച്ചിട്ടുണ്ട്, ജനറൽ ഡൊണേഷനും അതുപോലെ തന്നെ സ്പെസിഫിക് ഡൊണേഷൻ. ഇത് സ്പെസിഫിക് ഡൊണേഷൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. പവലിയൻ പണിയാൻ വേണ്ടി ഒരാൾ കൊടുത്തിട്ടുള്ള പൈസയാണ്. റെൻറ്റ് പെയ്ഡ്, സ്പോർട്സ് മെറ്റീരിയൽസ് പർച്ചേസ്ഡ്, പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്, എക്സ്പെൻസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട്, സാലറി പെയ്ഡ്, ടൂർണമെൻറ്റ് എക്സ്പെൻസസ്, ഫർണിച്ചർ പർച്ചേസസ്, ഓഫീസ് എക്സ്പെൻസസ്. പിന്നെ ശ്രദ്ധിക്കുക, ഈ പ്രോബ്ലത്തിൽ നമുക്ക് ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ തരുന്നുണ്ടാവാം. അങ്ങനെ വന്നാൽ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാമെന്ന് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ മിക്കവാറും പ്രോബ്ലത്തിൽ അത് തരാറുണ്ട്. അപ്പോൾ ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡും കൂടി നമുക്ക് തന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഓരോ ഐറ്റംസ് ഞാൻ പറയാം. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ക്ലോസിംഗ് ബാങ്ക് ബാലൻസും ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ഓപ്പണിംഗ് ബാങ്ക് ബാലൻസും ഇതെവിടെ വരാമെന്ന് നിങ്ങൾ മനസ്സിലിപ്പോൾ വന്നിട്ടുണ്ടാവും. എങ്കിൽ ഞാൻ പറയുകയാണ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ ആദ്യത്തെ ഐറ്റമായി വരേണ്ടതാണ്, അതായത് ബാലൻസ് ബ്രോട്ട് ഡൗൺ, ക്യാഷ് ബാലൻസ് എഴുതുക, ബാങ്ക് ബാലൻസ്. അടുത്തത് സബ്സ്ക്രിപ്ഷൻ. നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ ഇറ്റ്സ് എ റെസിപ്റ്റാണ്, വരവാണ്. ഇനി നമുക്ക് 3 കൊല്ലത്തെ തന്നിട്ടുണ്ട്, അപ്പോൾ ഏതെടുത്ത് എഴുതാം, ഒട്ടും സംശയിക്കേണ്ട. നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഒന്നും നമുക്ക് വിഷയമല്ല. ഈ കൊല്ലം എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ അത് അങ്ങനെ തന്നെ, അതായത് 9,000 ആണ് ടോട്ടൽ എമൗണ്ട്, അങ്ങനെ തന്നെ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ എഴുതും. സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ് അതൊരു ഇൻകമാണ്. എൻട്രൻസ് ഫീ റിസീവ്ഡ് അതൊരു ഇൻകമാണ്, അത് മീൻ റെസിപ്റ്റാണ്. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ് അതും നമുക്കൊരു വരവാണ്. ഡൊണേഷൻ റിസീവ്ഡ് അതും ഒരു വരവാണ്. റെൻറ്റ് പേ അതൊരു പേയ്മെൻറ്റാണ്. സ്പോർട്സ് മെറ്റീരിയൽസ് പർച്ചേസസ് അതും ഒരു പേയ്മെൻറ്റാണ്. പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ് അതും ഒരു പേയ്മെൻറ്റാണ്. എക്സ്പെൻസസ് ഫോർ മെയിൻ്റനൻസ്, പേരിൽ തന്നെയുണ്ട് എക്സ്പെൻസസ് ഫോർ മെയിൻ്റനൻസ് ആണ്, അതും പേയ്മെൻറ്റ് സൈഡിൽ വരും. സാലറി പേയ്മെൻ്റ് ആണ്. ടൂർണമെൻറ്റ് എക്സ്പെൻസസ്, ഫർണിച്ചർ പർച്ചേസസ്, ഓഫീസ് ഇതൊക്കെ നമുക്ക് പേയ്മെൻറ്റ് സൈഡിൽ വരുന്നതാണ്. ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് നമുക്കറിയാം, ഓപ്പണിംഗ് എവിടെ എഴുതേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് സാധാരണഗതിയിൽ പേയ്മെൻറ്റ് സൈഡിൽ അവസാന ഐറ്റമായിട്ട് വരേണ്ടതാണ്. ഓക്കെ, ഇത്ര ഐറ്റം തന്നെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് മുൻപ് പറഞ്ഞ പ്രോബ്ലം എല്ലാവരും ഒരു നിങ്ങളുടെ അക്കൗണ്ടൻസി നോട്ടിൽ എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങളുടെ കയ്യിൽ ആ ക്വസ്റ്റ്യൻ കയ്യിലിരിക്കുമ്പോൾ പ്രോബ്ലം പറഞ്ഞു തരുന്നതായിരിക്കും എളുപ്പത്തിൽ മനസ്സിലാവാൻ നല്ലത്. അപ്പോൾ എല്ലാവരും എഴുതിയെടുത്തതിന് ശേഷം ഈ ഭാഗം കാണാം. ഓക്കെ, നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം തന്നെ ബുക്സ് ഓഫ് അവഞ്ചറ ക്ലബ്, നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് അവഞ്ചറ ക്ലബിൻ്റെയാണ്. ബുക്സ് ഓഫ് അവഞ്ചറ ക്ലബ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ 31st March 2019, 2019 മാർച്ചിൽ ആ ഫിനാൻഷ്യൽ ഇയറിലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് വരയ്ക്കുന്നത്. നമ്മൾ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നമ്മൾ കാണിച്ചു തന്നിരുന്നു. ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ഇവിടെ ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ്സ്, ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ്സ്, രണ്ട് എമൗണ്ട് കോളം. ഇതാണ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇനി ക്വസ്റ്റ്യനിൽ നോക്കാം. നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്, അതുപോലെ ബാങ്ക്, ഇത് രണ്ടും നമ്മൾ ആദ്യം തന്നെ റെസിപ്റ്റ് സൈഡിൽ ആദ്യത്തെ ഐറ്റമായിട്ട് എടുത്ത് എഴുതി, എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതി. പിന്നെ വരുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ 3 കൊല്ലത്തെ തന്നിട്ടുണ്ട്, 2017, 18, 18, 19, 19, 20. ശ്രദ്ധിക്കുക, നമ്മൾ ഈ കൊല്ലം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇയർ 2018, 19 ആണ്. പക്ഷെ നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെയും വരാനിരിക്കുന്ന കൊല്ലത്തെയും സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കൊല്ലം. അതുകൊണ്ട് തന്നെ ഈ കൊല്ലം എത്രയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ടോട്ടൽ നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതി, അത് എത്രയാണോ നമുക്ക് വരുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ട്, 9,000. ഇനി അതുപോലെ മറ്റ് ഐറ്റംസ്, സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്, എൻട്രൻസ് ഫീ, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ്, ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ, നമ്മളെല്ലാ എമൗണ്ടുകളും എമൗണ്ട് കോളത്തിൽ എടുത്തെഴുതി. അതുപോലെ പേയ്മെൻറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് റെൻറ്റ് പെയ്ഡ്, സ്പോർട്സ് മെറ്റീരിയൽസ്, പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്, എക്സ്പെൻസസ് ഓൺ മെയിൻ്റനൻസ്, സാലറി, ടൂർണമെൻറ്റ് എക്സ്പെൻസസ്, ഫർണിച്ചർ, ഓഫീസ് എക്സ്പെൻസ്, ഇതെല്ലാം നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതി. ഇനി നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഒരെണ്ണം ബാലൻസ് ഉള്ളൂ, ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്. നമുക്കെല്ലാവർക്കും അറിയാം ക്ലോസിംഗ് ഐറ്റം എപ്പോഴും എഴുതുക നമ്മളുടെ പേയ്മെൻറ്റ് സൈഡിൽ അവസാന ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവസാനത്തെ ഐറ്റമായിട്ട് അത് പേയ്മെൻറ്റ് സൈഡിൽ എടുത്തെഴുതാണ്. ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് 400 എടുത്തെഴുതി. ഇനി നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകണം. നമ്മൾ നോക്കുമ്പോൾ റെസിപ്റ്റ് സൈഡാണ് ഹെവിയർ, അതായത് 25,000 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ബാലൻസിങ് ഫിഗർ വരിക പേയ്മെൻറ്റ് സൈഡിലായിരിക്കും. പേയ്മെൻറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വരുന്നത് ബാലൻസ് സി ഡി, ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കുമാണ് വരേണ്ടത്. അതിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഓൾറെഡി ഇൻ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ക്യാഷ് അറ്റ് ബാങ്ക് മാത്രമാണ്, അതായിരിക്കും ബാലൻസിങ് ഫിഗർ വരിക. നോക്കുക, 6,600 രൂപ. അങ്ങനെ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മളിവിടെ വരച്ചു, അത് ബാലൻസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് വരയ്ക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി ആർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒന്നും കൂടി ക്വസ്റ്റ്യൻ തൊട്ട് ഒന്നുകൂടി കണ്ടാൽ നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ആവും. ഒന്നുകൂടി കാണുക. ഞാൻ 2 പ്രോബ്ലം ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒന്ന് question number 2, from the following particulars taken from the club, ഒരു ഹെൽത്ത് ക്ലബിൻ്റെ ഒരു ക്യാഷ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഐറ്റംസ് ആണ് പറഞ്ഞത്. വി വാണ്ട് ടു പ്രിപ്പയർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്.
ഐറ്റംസ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അങ്ങനെ ഐറ്റംസ്. അതുപോലെ ക്ലോസിങ് ക്യാഷ് ഇൻ ഹാൻഡും തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ട്രൈ ചെയ്ത് നോക്കുക, ആൻസർ കണ്ടുപിടിക്കുക. എന്നത്തെ ഒരു പ്രോബ്ലം കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇലസ്ട്രേഷൻ ഒരു പ്രോബ്ലമാണ്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഗിവൻ ബിലോ പ്രിപ്പയർ എ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് ബാനർജി ക്ലബ് തൃശ്ശൂർ ഫോർ ദ ഇയർ എൻഡഡ് 31st December 2014. നമ്മൾ അക്കൗണ്ടൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോയിൻ്റ് ഉണ്ട്. അതായത് ഏത് ഇയറിലെയാണ്, ഏത് ക്ലബിൻ്റെയാണ്, അത് കൃത്യമായിട്ട് ചെയ്തിട്ട് എഴുതിയിട്ട് വേണം അക്കൗണ്ട് വരയ്ക്കാൻ. ഇതിൽ നമുക്ക് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്ക്, സബ്സ്ക്രിപ്ഷൻസ്, ഡൊണേഷൻസ്, അതുപോലെ ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്, മറ്റ് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇതിൽ പേയ്മെൻറ്റ് സൈഡിൽ വരുന്നതും റെസിപ്റ്റ് സൈഡിൽ വരുന്നതും തിരിച്ചറിഞ്ഞ് എടുത്തെഴുതി പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്താണ്. നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചത് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളതാണ്.